നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജൂൺ മാസം 2 മുതൽ ഗജകേസരി യോഗത്തിൻ്റെ വരവാണ്. അതായത് വ്യാഴം കർക്കടക രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഗജകേസരി യോഗം. അതുപോലെ തന്നെ വ്യാഴവും ചന്ദ്രനും കേന്ദ്രസ്ഥിതിയിൽ വരുന്ന യോഗവ്യവസ്ഥിതി കൂടിയിട്ടാണിത്. അതീവമായിരിക്കുന്ന ഫലപ്രദമായൊരു കാലഘട്ടമാണ്. കാരണം വ്യാഴം നമുക്കറിയാം ധനകാരകനാണ്, ചന്ദ്രൻ ഭാഗ്യകാരകൻ കൂടിയിട്ടാണ്. അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെയും സ്ത്രീശക്തിയുടെയും അതുപോലെ തന്നെ ഒരുപാട് ഐശ്വര്യങ്ങളുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഗ്രഹസാന്നിധ്യമാണ് ചന്ദ്രൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്ത് ഇണങ്ങി വരുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന യോഗമാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. ചന്ദ്രൻ കുറച്ച് സമയമേ സ്വാഭാവികമായും ഒരു രാശിയിലൂടെയുള്ള സഞ്ചാരമുള്ളൂ. അത് ഇങ്ങനെ കൂടെ വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അതായത് ചന്ദ്രൻ 1-2 ദിവസത്തിനുള്ളിൽ രാശി മാറുന്ന വ്യവസ്ഥിതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൂടെ ഗജകേസരി സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വ്യാഴത്തിനോടൊപ്പം ചേർന്ന് നിന്ന് സംഭവിക്കുന്ന ഗജകേസരി വളരെ ഭാഗ്യദായകമാണെന്നുള്ളതാണ് അറിയുന്നത്. ഈ ഗജകേസരി യോഗം കുറേ ഭാഗ്യം നൽകുന്ന രാശിക്കാരെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. കർക്കിടകം രാശിക്കാർ, പുണർദം, കാൽ, പൂയം, ആയില്യം ചേരുന്ന കർക്കിടകം രാശി. വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടകം രാശിയിൽ നിൽക്കുന്നു. ആയതുകൊണ്ട് തന്നെ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഭാഗ്യം കൂടുതലായി അനുഭവപ്പെടും എന്നുള്ളതാണ്. വ്യക്തിപരമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും, തൊഴിൽ സാധ്യതകൾ നിറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്ത് നേതൃത്വ സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. നല്ല യാത്രകൾ നടത്താനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരുന്നതിനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് വളരെ വലിയ സന്തോഷം ലഭിക്കുന്ന പല വാർത്തകൾ ഉണ്ടാകുന്നതിനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഗജകേസരി യോഗത്തിലൂടെ, അതായത് വ്യാഴൻ, ചന്ദ്രൻ തുടങ്ങിയ വ്യവസ്ഥകൾ വന്നു ചേരുന്ന ഗജകേസരി യോഗത്തിലൂടെ അനുഭവവേദ്യമാകുന്നത് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥിതികളാണ്. കർക്കിടകം രാശി ജാതർക്ക് അതിൻ്റേതായ എല്ലാ നന്മകളും ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം,
തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികം രാശി. വൃശ്ചികക്കൂറുകാരുടെ 9ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം നടക്കുന്നത്. 9ാം ഭാവം എന്നാൽ ഭാഗ്യസ്ഥാനം എന്നർത്ഥം. 9ാം ഭാവത്തിൽ അഥവാ ഭാഗ്യഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ചന്ദ്രൻ കേന്ദ്രത്തിൽ വരുന്നത് വലിയ ഭാഗ്യദായകമായ അനുഭവമായിരിക്കും. വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥാനമാന ഉയർച്ചകൾക്കും കീർത്തി ലഭിക്കുന്നതിനുമൊക്കെ അത് കാരണമായി മാറും. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും സ്വാഭാവികമായി സംഭവിക്കും. ഉന്നത വിദ്യാഭ്യാസം, വിദേശ ബന്ധങ്ങൾ തുടങ്ങിയവ വളരെ അനുകൂലമായ തലത്തിൽ ഇവരിലേക്ക് എത്തിച്ചേരും. വൃശ്ചികം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു നിറയുന്നത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ, അതുപോലെ തന്നെ സാമുദായികമായിരിക്കുന്ന അംഗീകാരങ്ങൾ, അധ്യാപക വൃത്തി, പോലീസ് ജോലി തുടങ്ങിയവയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രജാതർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരുന്ന വ്യവസ്ഥിതിയും ഉണ്ടാകും. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി. മീനം രാശിക്കാർക്ക് വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നത് അവരുടെ കുട്ടികളുടേതായിരിക്കുന്ന ഭാവി വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതിന് വിധിയുണ്ടാവുകയാണ്. അതായത് പഠന കാര്യത്തിലൊക്കെ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് കയറുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ടാകും. രോഗദുരിതാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അത് മാറി ഭാഗ്യദായകമായ അനുഭവങ്ങൾ സിദ്ധിക്കുന്ന വ്യവസ്ഥകൾ വന്നുചേരും. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള വിധിയും ഇവരിൽ കാണുന്നുണ്ട്. അറിവ് വർദ്ധിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതി യുവാക്കൾക്ക് വിചാരിക്കുന്ന തൊഴിൽ സാധ്യതയ്ക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിരിക്കുന്ന പല കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടു കൂടി ബന്ധപ്പെടുന്നതിനും കാരണമാകും. കലാകാരന്മാർക്ക് മികച്ച ഉയർച്ചയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിലും സാംസ്കാരിക സാമൂഹിക മേഖലയുടെ ഉയർച്ചയ്ക്കുമൊക്കെ ഈ രാശിക്കാർക്ക് വളരെ പ്രാധാന്യത്തോടുള്ള സ്ഥാനം ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്തത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി. മേടക്കാരുടെ 4ാം ഭാവം അഥവാ സുഖഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ആ 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ചന്ദ്രൻ കേന്ദ്രത്തിൽ വരുന്നത് വളരെ ഭാഗ്യമാണ്. ഭവന നിർമ്മാണം, അതുപോലെ വാഹന ലാഭം തുടങ്ങിയവ തീർച്ചയായിട്ടും ഈ രാശിക്കാരിൽ നടക്കുക തന്നെ ചെയ്യും. കുടുംബത്തിൽ ഐശ്വര്യം, സന്തോഷകരമായിരിക്കുന്ന മംഗളകരമായിരിക്കുന്ന പല കർമ്മങ്ങൾ, തീർച്ചയായിട്ടും സമ്പത്തിൻ്റേതായിരിക്കുന്ന വളരെ ഭാഗ്യദായകമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതർക്ക്. മേടക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതരായിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും സ്ഥലം മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പരിഹരിക്കപ്പെടും. പ്രമോഷൻ സാധ്യത പരിഹരിക്കപ്പെടും. ശമ്പള വർധനവ് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ചയുണ്ടാവും. യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ അവർക്ക് വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നു. രോഗദുരിത ആധിക്യത്തോട് കിടക്കുന്ന അല്ലെങ്കിൽ രോഗികളായി നിൽക്കുന്ന വൃദ്ധജനങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനമുണ്ടാവും. തീർച്ചയായും രോഗമൊക്കെ മാറി അവർക്ക് സന്തോഷത്തോട് ജീവിക്കുവാൻ കഴിയുമെന്നർത്ഥം. വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും വ്യവസ്ഥയിലൂടെ ഉടലെടുക്കപ്പെടുന്ന ഗജകേസരി യോഗം വളരെ ഭാഗ്യദായകമായി ഈ നക്ഷത്രജാതർക്ക് ഭവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.